കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പല കുടുംബങ്ങളും ഭാര്യ ഭർത്താക്കന്മാരും കൗൺസിലിങ്ങിന് വരുന്ന സമയം വരെ അവർ പറയില്ല. കൗൺസിലിംഗ് വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാർ പറയുന്ന കാര്യം, ഭാര്യ പറയുന്നത് അത് ഒന്നും ശരിയാവില്ല എന്ന് പറയുന്ന സമയത്ത് ഭർത്താക്കന്മാർ പറയുന്നതാണ്, ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ശേഷി കുറവാണ്, ലൈംഗിക ശേഷി കുറവാണ്, അതുകൊണ്ട് അത് എത്ര ആയിട്ടും അതങ്ങ് ശരിയാവുന്നില്ല എന്നാണ് പലരും പറയാറ്. ഒന്നാമത് മനസ്സിന്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് ആ ഒരു ശേഷിക്കുറവ് വരാൻ കാരണം? ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവാം. എങ്കിൽ തന്നെയും നിങ്ങളുടെ ആ മനസ്സിലെ ചിന്തകളാണ് കൂടുതലും നിങ്ങളെ അതിലേക്ക് വലിച്ചഴക്കുന്നത്. ഒപ്പം തന്നെ നമ്മളുടെ നാട്ടുമരുന്നുകൾ പലതും ഉണ്ട്. അതൊക്കെ പ്രയോഗിച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും. അതായത് വെള്ള കുന്നിക്കുരു വേര്, വെള്ള കുന്നിക്കുരു കിട്ടും, ചുവന്ന കുന്നിക്കുരു, രണ്ടു തരം കുന്നിക്കുരു ഉണ്ട്, വെള്ളയുണ്ട്, ചുവപ്പുണ്ട്. ഈ വെള്ള കുന്നിക്കുരു വേര് പൊടിച്ചിട്ട് കറന്ന ചൂടോടെയുള്ള പാല് പശുവിൽ നിന്ന് കറക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ചൂടുണ്ടാവില്ല, തിളപ്പിച്ച പോലെയുള്ള ചൂടുണ്ടാവും. അത് കറന്ന ഉടനെ തന്നെ ഈ വെള്ള കുന്നിക്കുരു മരത്തിന്റെ വേര് എടുത്തിട്ട് പൊടിച്ച് അത് എന്ത് ചെയ്യണം, അത് കറന്ന ചൂടോടെ പാലിൽ നമ്മൾ കഴിക്കണം. അങ്ങനെ പാലിൽ സേവിക്കാം. അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ് കാട്ടുപയറിന്റെയും കാട്ടുഴുന്നിന്റെയും, കാട്ടുപയറും കാട്ടുഴുന്നും ഉണ്ട്. അതൊക്കെ നമ്മൾ കാട്ടിൽ ഈ പച്ചമരുന്ന് പറിക്കാൻ പോകുന്നവരോടൊക്കെ ചോദിച്ചാൽ കിട്ടും. കാട്ടുപയറ് കാട്ടുഴുന്നിന്റെ വേര് കഷായം വെച്ച് 1 ഔൺസ് വീതം ദിവസം 2 നേരം പതിവായിട്ട് കഴിക്കുക. ബദാം പരിപ്പ് പാലിൽ അരച്ചു കുടിക്കുക. സാധാരണ വിദേശങ്ങളിലൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ബദാം പരിപ്പ് പാലിൽ അരച്ചു കുടിക്കുക. കൊക്കോയുടെ കുരു അത് വറുത്ത് പൊടിച്ച് പാലിൽ കഴിക്കുക. അത്തപ്പഴം ഉണ്ടല്ലോ, വലിയൊരു കായാണ്, അത് മേടിക്കാൻ കിട്ടും. അത്തപ്പഴം, പഴുത്ത അമ്പഴങ്ങ, പൂവൻ പഴം എന്നിവ സ്ഥിരമായിട്ട് കുറെ കാലം കഴിക്കുക. നെന്മേനി വാഗയുടെ കുരു അരച്ച, നെന്മേനി വാഗ വാങ്ങിക്കാൻ കിട്ടും പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ. നെന്മേനി വാഗയുടെ കുരു അരച്ചത് 3 ഗ്രാം 1 ഗ്ലാസ് പാലിൽ കലക്കി പതിവായി കുടിക്കുക. അപ്പൊ ചിലർ പറയും പാല് കുടിക്കാൻ വയ്യ എന്ന് പറയും. അത് പാലിൽ സ്ഥിരമായിട്ട് കുടിക്കുക. നിലപ്പനക്കിഴങ്ങ് അത് പാലിൽ അരച്ച് ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്തോ, ഒന്നുകിൽ പാലിൽ അല്ലെങ്കിൽ അത് ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്തോ, നിലപ്പന കിഴങ്ങ് അത് ഉണക്കിപ്പൊടിച്ച് കഴിക്കാം. പിന്നെ നായക്കരണപ്പരിപ്പ് അത് മേടിക്കാൻ കിട്ടും കടയിൽ, പച്ചമരുന്ന് കടയിൽ നിന്നും വൈദ്യശാലയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് 1 സ്പൂണ് പാലിൽ കുറുക്കി പാലിൽ കുറുക്കുക. എന്നിട്ട് ചൂടാറുമ്പോൾ തേൻ ചേർത്ത് കിടക്കാൻ നേരം സ്ഥിരമായിട്ട് ഒരു 2-3 മാസക്കാലം സ്ഥിരമായിട്ട് കഴിക്കാം. ഒപ്പം തന്നെ അമക്കുരം അതിൻ്റെ 4-1 ഗ്രാമ്പുവും കൂടി പൊടിച്ച് നെല്ലിക്ക പ്രമാണം തേനിൽ കുഴച്ചിട്ട് കഴിക്കുക. കിടക്കുന്നതിന് മുമ്പ് അത്താഴ പുറമെ അത് കഴിക്കാം. ഗോതമ്പ് മാവ്, നമ്മുടെ ഗോതമ്പ് മാവ് ഉണ്ടല്ലോ, ചപ്പാത്തിക്ക് കുഴക്കുന്ന ഗോതമ്പ് മാവ്, അത് അമക്കുരപ്പൊടിയും ചേർത്ത്, ഗോതമ്പ് മാവും അമക്കുരപ്പൊടിയും കൂടെ 1 ടീസ്പൂൺ എടുത്തിട്ട് കാച്ചിയ പാലിൽ 2 നേരം കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രതിവിധിയാണ്. നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് ഇത്ര ദിവസം 7 ദിവസം 21 ദിവസം 3 മാസക്കാലം 90 ദിവസക്കാലമൊക്കെ നിങ്ങൾ കഴിക്കുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഫലം കിട്ടും.